ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ നിപ്പിള്, അതുപോലെ നാവ്, വജേന ഈ 3 ശരീര അവയവങ്ങളിലും ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും. ഇനി അങ്ങോട്ടേക്ക് പീരിയഡ്സ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെ 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 കുറവാണ് കേട്ടോ. അതായത് പ്രഗ്നൻസി ആയവർക്ക് മാത്രമാണ് ഈ ലക്ഷണങ്ങൾ റെക്കറൻ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഒരുപാട് പേർക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും. ഒരുപാട് പേർക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവാതെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്നവരും ഒക്കെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിലും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാവിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ നാവിലുണ്ടാകുന്ന വ്രണത്തിനെ പറ്റിയിട്ടാണ്. ടങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അൾസർ പോലുള്ള ഒരു ബുദ്ധിമുട്ട്. അത് ചില ആളുകൾക്ക് അൾസർ പോലെ ഉണ്ടാകും, ചില ആളുകൾക്ക് ആ ഒരു നാക്കിന്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ നാവിന്റെ ഉള്ളിലോ ആയിട്ട് റെഡ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ചിലർക്ക് പെയിൻ ഉണ്ടാകും, ചിലർക്ക് ഒരു ലംബ് പോലെ, അതായത് കുഞ്ഞൊരു മുഴ പോലെയൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ. പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. എനിക്ക് മൗത്ത് അൾസർ ആയിട്ടായിരുന്നു വന്നേച്ചത്. കാരണം പെട്ടെന്ന് ഓരോ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൗത്ത് അൾസർ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഇതുപോലെ ബി വിറ്റമിന്റെ മെഡിസിൻ എടുക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകും, തരുന്ന സപ്ലിമെന്റ്സ് മാത്രം എടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞായിരുന്നത്. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ നമ്മൾ എല്ലാത്തിനെയും ബ്ലെയിം ചെയ്യുന്നത് HCG പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാകുന്ന ബോഡി ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ അൾസർ ഉണ്ടാകാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റീനെ ഇത് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റെക്കറന്റ് ആയിട്ട് നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാവാനായിട്ട്, അതുപോലെ ടങ്കിലാണെങ്കിലും അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതാണ് കേട്ടോ അൾസർ എന്ന് ഉദ്ദേശിച്ചത്, അത് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. രണ്ടാമത്തെ റീസൺ ആണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്, നമുക്ക് വേണ്ട വിറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പല സ്ത്രീകൾക്കും ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാവുന്നത്, അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് പ്രഗ്നൻസി സമയത്താണ്. കാരണം കുഞ്ഞു ഗ്രോ ആവുന്നതിനും നമ്മുടെ ശരീരത്തിലെ പല ആക്ടിവിറ്റീസ് നടക്കുന്നതിനും നമുക്ക് വേണ്ടത് ഇങ്ങനെ ന്യൂട്രീഷൻ ആണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതായത് പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര വീക്കും സെൻസിറ്റീവും ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ബ്രഷ് ഒന്ന് സ്ലിപ്പായി പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ പൊട്ടാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നാവിൽ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാലും, നാവിൽ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ വായുടെ അകത്താണെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വ്രണമാവാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തോട്ടും ഇൻക്രീസ് ആകുന്നു എന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാലോ. അത് നമ്മുടെ വായുടെ ഭാഗത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ആ ഭാഗമൊക്കെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആവും, അല്ലെങ്കിൽ വീക്കം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് സ്ലിപ്പായി പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതായത് അസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബേണും ഫ്രീക്വന്റ് ആയിട്ടുള്ള ബർപ്പിംഗ് ഇഷ്യൂസും അതുപോലെ നമുക്കുണ്ടാകുന്ന വോമിറ്റിങ്ങും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൗത്തിന്റെ pH ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേക്കും ഈ pH ബാലൻസിലെ വ്യത്യാസം വരുന്നത് ഡയറക്റ്റ് ആയിട്ട് മൗത്ത് അൾസറും അതുപോലെ ടങ്കിൽ അൾസറും ഉണ്ടാകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പലർക്കും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഹാർട്ട് ബേൺ ഉണ്ടാകുന്ന സമയത്ത് വായിലൊക്കെ ഒരുമാതിരി ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ബർപ്പിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വായിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതൊന്നും ഇഷ്യൂ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കാതിരിക്കുക. പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കപ്പ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യം കൂടി ശ്രദ്ധിക്കുക. എപ്പോഴും കഴിക്കുന്നത് ഒറ്റ സ്ട്രെച്ചിൽ 3 നേരം അങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ കൗണ്ട് കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ എടുക്കുന്ന ചോറ്, ഇപ്പോൾ ഒരു കയ്യിൽ ചോറ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അരക്കൈയിൽ വീതം 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഒന്ന് ദഹിച്ച് അടുത്തത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബോഡി പ്രിപ്പയർ ആകും. അപ്പോൾ നമുക്ക് ഹാർട്ട് ബേണോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ബർപ്പിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അങ്ങനെയൊക്കെ മൗത്തിന്റെ pH ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം.
അടുത്തൊരു റീസൺ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള അൾസർ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നാവിൽ ജസ്റ്റ് ഒരു കുരു പോലെയോ അല്ലെങ്കിൽ നാവിൽ വ്രണോ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഓറൽ നമ്മുടെ ടങ്കിന്റെ ഭാഗത്ത് ത്രഷ് എന്ന് പറയും. അതായത് നാവിൽ പൂപ്പൽ നന്നായിട്ട് ഉണ്ടാവുക, ഭയങ്കര തിക്കായിട്ട് നാവിൽ പൂപ്പൽ ഉണ്ടാവുക. ഈ കുഞ്ഞു കുട്ടികളുടെ നാവൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പൂപ്പൽ ഉണ്ടാവുക. നമ്മൾ സാധാരണ ടങ് ക്ലീൻ ചെയ്ത് അങ്ങനെ അത് ക്ലീൻ ചെയ്താണ് നാച്ചുറലി കളയാറ്. പക്ഷെ ഇതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി വരിക പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പ്രഗ്നൻസി ആകുന്ന സമയത്തും നോർമലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ ആയ ഒരു 2 മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി പോകാനായിട്ടാണോ ചാൻസ്. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. തൈര് കഴിക്കുന്നത്, കേർഡ് കഴിക്കുന്നത്, യോഗേർട്ട് കഴിക്കുന്നതും ഒക്കെ ആ ഒരു pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ആണല്ലോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപ്പുവെള്ളം ഇടയ്ക്ക് വായിൽ കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അടുത്ത വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ വജൈനൽ ഭാഗത്താണ്. പൂർണ്ണമായി വജൈനലിലെ മാറ്റമൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ തന്നെ നമ്മുടെ ബ്ലാഡർ എപ്പോഴും ഫുള്ളായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത് കേട്ടോ. നമ്മുടെ ബ്ലാഡർ എപ്പോഴും ഫുള്ളായിട്ട് തോന്നുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് കൂടി വരും. നമുക്ക് ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു മൂത്രം ഒഴിക്കുന്ന ആ ഒരു ഭാഗത്ത് എപ്പോഴും മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ ഏരിയയിലുള്ള ലാബിയ എന്ന് പറയുന്നത് നമ്മുടെ വജൈനയ്ക്ക് ചുറ്റുമായിട്ടൊരു ചിറക് പോലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വജൈനൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇൻസേർട്ട് ചെയ്യാൻ പാകുന്ന നമ്മുടെ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് നടക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് നമുക്ക് വജൈന എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഒരു ചിറക് പോലെയുള്ളൊരു ഒരു ആകൃതിയിലുള്ളൊരു ആ ഒരു ഭാഗം, അതിന് നമുക്ക് ലാബിയ എന്നാണ് പറയുന്നത്. ഈ ലാബിയയുടെ ഞാനിവിടെ ഇമേജ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാകും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ലാബിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാനൊരു ഇമേജ് കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ ലാബിയയിൽ 2 ലെയേഴ്സാണ് ഉള്ളത്, ഇന്നർ ലെയറും ഔട്ടർ ലെയറും. ഇന്നർ ലെയർ എന്ന് പറയുന്നത് മുകളിലുള്ളൊരു ഭാഗം, ഔട്ടർ ലെയർ എന്ന് പറയുന്നത് താഴെയുള്ളൊരു ഭാഗം. ഈ ഭാഗത്ത് നമുക്ക് കൂടുതൽ രക്തയോട്ടം വരുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മൾ ആ ഒരു വജൈനയിലോട്ടും നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നൊരു സമയത്ത് രക്തയോട്ടം വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ലാബിയയുടെ ഒരു കളറിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. കൂടുതൽ രക്തയോട്ടം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബ്ലൂ ഷെയ്ഡോട് കൂടിയിട്ടുള്ളൊരു കളറോ അതല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡോട് കൂടിയിട്ടുള്ളൊരു കളറോ ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ കളർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ഒരു മിറർ വെച്ചിട്ട് നിങ്ങളൊന്ന് കിടന്നിട്ട് ഒരു മിറർ വെച്ചിട്ട് നിങ്ങളുടെ ആ ലാബിയയുടെ ഒരു ഏരിയ ഒന്ന് നോക്കുക. അതിൻ്റെ കളർ ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള കളർ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു കളർ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ കളറൊന്ന് നോക്കുക. കളറിൽ ചേഞ്ചസ് ഉണ്ടോ, ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ കളറിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ ബ്രസ്റ്റിലെ നിപ്പിളിലാണ് കേട്ടോ. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ യൂട്രസ് ആ ഒരു ബേബിയെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റും ഒന്ന് ഫീഡ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് തയ്യാറാകുന്നതിൻ്റെ കാരണമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ബ്രസ്റ്റിൽ അനുഭവപ്പെടാറുണ്ട്. ഈ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് ഒന്ന് എൻലാർജ് ആകുന്നത് പോലെ തോന്നുക, ബ്രസ്റ്റ് ഒന്ന് ഹെവി ആയിട്ട് അനുഭവപ്പെടുക, ബ്രസ്റ്റ് തൊടുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുക, ബ്രസ്റ്റിന് ചുറ്റുമുള്ള നിപ്പിൾസിൻ്റെ കളറിൽ മാറ്റം വരിക. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപായിട്ട് ബ്രൗൺ കളറിലായിരുന്ന നിപ്പിൾസ് പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സമയം മുതൽ നമുക്കൊരു ബ്ലാക്ക് കളറിലോട്ട് മാറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ബ്രസ്റ്റിന് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റത്തെ പറ്റിയിട്ടാണ്. അതായത് ആ ഒരു നിപ്പിള് ഒന്ന് നേരെ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപുള്ള സിറ്റുവേഷനുകളിൽ നോർമലായിട്ട് നമ്മുടെ ബ്രസ്റ്റ് എപ്പോഴും നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മളൊന്ന് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ നല്ലൊരു തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബ്രസ്റ്റ് ആ ഒരു നിപ്പിള് ഒന്നിങ്ങനെ എൻലാർജായിട്ട് നിൽക്കുന്നത് പോലെ, അതായത് ഒന്ന് നിവർന്ന് നിൽക്കുന്നത് പോലെ, ഒന്ന് ഇറക്റ്റായിട്ട് നിൽക്കുന്നത് പോലെ ഉള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോർമലി പതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്കിന്നിനോട് പതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു നിപ്പിൾസ്
രണ്ടും ഒന്ന് നിവർന്ന് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ഒന്ന് നേരെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു HCG ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നത് കൊണ്ടാണ്. HCG ഹോർമോണാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിയിൽ ന്യൂലി പ്രൊഡ്യൂസ് ആകുന്ന ഒരു ഹോർമോൺ. ഈ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ HCG ഹോർമോൺ മൂലം നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആകുന്നു. ഈ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു നിപ്പിൾസിൽ ആ ഒരു ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. നമ്മൾ നോർമലി നമ്മുടെ നിപ്പിൾസ് നിൽക്കുന്നതിനേക്കാളും ഒന്ന് നിവർന്ന് ആ നിപ്പിൾസ് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് മനസ്സിലാക്കും, കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ബ്രസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ നിപ്പിൾസ് ഇങ്ങനെ നിവർന്ന് നേരെ മുൻപോട്ടായിരിക്കും നിൽക്കുന്നത്, മുൻപോട്ട് ഇങ്ങനെ തള്ളിയിട്ടായിരിക്കും ആ നിപ്പിൾസ് നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനുകൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിനോട് ഒട്ടിയിട്ടുമായിരിക്കും ഈ നിപ്പിൾസ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്ദർഭത്തിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നത്. ഈ HCG ഹോർമോണാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഏറെക്കുറെ ഒന്നാമത്തെ ആ ഒരു ട്രൈമസ്റ്ററിലെ പ്രഗ്നൻസി ലക്ഷണങ്ങൾക്കും കാരണമാവുന്നത്. HCG ഹോർമോണിൻ്റെ അളവ് ആ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ കഴിയുമ്പോൾ ഒന്ന് നോർമലായിട്ടൊന്ന് പോകുന്നത് കൊണ്ടാണ്, അതിലൊരു ഇൻക്രീസ് അവിടെ ഉണ്ടാകാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും തന്നെ മോർണിംഗ് സിക്നസ് ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള 2-3 മാസങ്ങളിൽ ആ ഒരു ലക്ഷണങ്ങൾ കുറയുന്നത്. ഇതേ HCG ഹോർമോണിൻ്റെ ആ ഒരു ചേഞ്ചസ് കൊണ്ടാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തും ബ്രസ്റ്റിൽ ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.